നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു മെസ്സേജ്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, ഹരി പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളാ? അതെ അതെ, മനസ്സിലായി സാർ. ശരി, പറഞ്ഞാട്ടെ സാർ. അത് എൻ്റെ രണ്ട് കുട്ടികളായിരുന്നു, ട്വിൻസ് ആണ്. അപ്പോ അവരുടെ ഒരു വിദ്യാഭ്യാസം ഇപ്പൊ ഒരു കോഴ്സ് കഴിഞ്ഞ് നിൽക്കുകയാണ്, നഴ്സിംഗ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് 22. ഏത് വർഷമാണ്? 2001. മാർച്ച് 22, 2001 അല്ലേ? 2001. സമയം പുലർച്ചെ 3:19, 3:20. 3:19 വെളുപ്പിന് ഒരാളും 3:20 മറ്റൊരാളും. അവിട്ടാണ് നക്ഷത്രം. 3:20 അല്ലേ അടുത്ത ആള്? 3:20. അവിട്ട നക്ഷത്രം കുംഭക്കൂറാണ്. പുറത്തേക്ക് പോകാനാണോ നോക്കുന്നത് കുട്ടികള്? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അത് ട്രൈ ചെയ്യണം. ആദ്യം ഇവിടെ കിട്ടുന്ന ഒരു ജോലി എടുക്കുക. അതിനുശേഷം ശ്രമിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പൊ അങ്ങനൊരു ഈ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മോശം സമയമാണ്. പക്ഷെ അത് വിദേശയാത്രയ്ക്ക് ആ സമയം നല്ലതുവാ. വിദേശത്തേക്ക് എന്ന് വെച്ചാൽ നാട് കടന്നു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു പീരീഡാണ്. അപ്പൊ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പറയണം. ഇപ്പോഴെന്താ അറിയാവോ, ഓരോരോ കാര്യങ്ങൾക്കും വെറുതെ ഉള്ള തടസ്സങ്ങൾ വരും, ഡിലേ വരും. അപ്പൊ ഡിലേ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നോക്കിക്കോണം. മനസ്സിലായോ? അപ്പൊ അത് കുഴപ്പമില്ല, അതിനുവേണ്ടി ശ്രമിച്ചാട്ടെ. ഇപ്പോഴത്തെ ഒരു ടൈമിന്റെ കുറച്ചൊരു പ്രശ്നമുണ്ട്, കുറച്ച് തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് ഉണ്ടാവും. പഠിത്തം അവർ പൂർത്തിയാക്കി ഇറങ്ങിയോ? അതിപ്പോ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി. ശരി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ തൽക്കാലം ഒന്ന് അവിടെ തന്നെ കാണുമല്ലോ അല്ലേ, ബോണ്ട് ഇത്ര നാൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്? ഇല്ല, അവിടെ ആ ബോണ്ട് ഇല്ലായിരുന്നു. ഇല്ല. അപ്പൊ ഇല്ല. ശരി. അപ്പൊ എവിടെയെങ്കിലും ഒരു എക്സ്പീരിയൻസിന് കയറിയിട്ടേ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു നല്ല ജോലിക്ക് ഇവിടെ വേണ്ടി ശ്രമിക്കാൻ പറയണം. നല്ല കുഞ്ഞുങ്ങളാണ്, നല്ല ജോലി കിട്ടുന്നതിനും നല്ല രീതിയിലൊക്കെ പോകുന്നതിനൊക്കെ സാധിക്കുന്ന കുട്ടികളാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്തോളാൻ പറയണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയം പൊതുവിൽ പറഞ്ഞതുപോലെ നടക്കേണ്ടുന്നത് പോലും ഒന്ന് തടസ്സപ്പെടുത്തി ഒന്ന് ഡിലേ ഇട്ടിട്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വ്യാഴദശയാണെങ്കിലും വ്യാഴദശയിൽ ശനിയുടെ അപഹാരമാണ് നടക്കുന്നത്. വ്യാഴദശയിലെ ശനിയുടെ അപഹാരം മാറുന്നത് 2020 കുറച്ചുകൂടി ഒരു സമയം എടുക്കും. ഏകദേശം ഒരു വർഷത്തിനകത്തുള്ള കാലയളവ് എടുക്കും. അപ്പോൾ അത് ഒന്നും നടക്കത്തില്ല എന്നുള്ളതല്ല, നടക്കുമെങ്കിലും അത് കുറച്ചൊന്ന് ഡിലേ വന്നിട്ടേ നടക്കുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പം തടസ്സങ്ങൾ വരുമ്പോൾ പതറണ്ട, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ പറയുക. തീർച്ചയായും ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു ജോലിയും നല്ല ഒരു നിലനിൽപ്പും ഒക്കെ അവരുടെ ലൈഫിൽ കിട്ടുന്നതിനിടയായി തീരും. ആശങ്കയൊന്നും വേണ്ട. ഇപ്പൊ അവരൊരു എക്സാം എഴുതിയിരുന്നു. ശരി. മിലിറ്ററി നഴ്സിംഗിലേക്കുള്ള ഒരു എക്സാം എഴുതിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. വരട്ടെ. അഥവാ ഒരു തവണയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ പോലും അയ്യോ ഇതോടുകൂടി എനിക്കൊന്നും പറ്റത്തില്ല എന്നൊന്നും ചിന്തിക്കാതെ വീണ്ടും ശ്രമിക്കാൻ പറയണം. തീർച്ചയായിട്ടും ആ പരിശ്രമം കൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് സാധിക്കും കേട്ടോ. ആശങ്കയൊന്നും വേണ്ട. പിന്നെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം 1 ഏഴര ശനിയിലെ ജന്മശനിയാണ്, 2 വ്യാഴദശയിൽ ശനിയുടെ അപഹാരമാണ്. അപ്പോൾ അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളോടെ ചെയ്താൽ മതി. ഓക്കെ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.